ഇടത്തിയാനെ വലത്തിയാനെ ഇടഞ്ഞാനെ അവിടെ നിക്കാനേ. ചിരിക്കുന്നില്ല. നീ ഒന്ന് ശ്വാസം വിട, എന്റെ അപ്പു പൊട്ടിപ്പോവും. എനിക്കിപ്പോ അച്ഛന്റെ തമാശ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഓ ഗണപതി, തന്റെ കയ്യിലുണ്ടോ 2 തമാശ കടെടുക്കാൻ? പിന്നീട് അങ്ങോട്ട് തിരിച്ചു തരാം. എന്റെ മോനെ എനിക്കിപ്പോ ഒന്ന് ചിരിപ്പിക്കാനാ. ആ ദേ ചെറിയ മുതലാളി, കാറ് കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരിക. ദേ നിന്റെ ഏട്ടൻ നിക്കുന്നത് കണ്ടില്ലേ? അവന്റെ അത്രയും നീളത്തിലുള്ള ഒരു റെയിലിന്റെ കഷ്ണം വിഴുങ്ങിയിട്ട് നിൽക്കുന്നത് പോലില്ലേ? ശിവനാ പ്രശ്നം. ഈ ഏട്ടന്റെ ഒരു കാര്യം, വിൽക്കാൻ വെച്ച സാധനം വാങ്ങാൻ വരുന്നവരാരാണെന്ന് നമ്മൾ എന്തിനു നോക്കണം? തന്നെയല്ല, വണ്ടി ആദ്യം ബുക്ക് ചെയ്ത് ശിവനാ. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യ വണ്ടി ശിവന് കൊടുത്തല്ലേ പറ്റൂ. അതന്നെ ഞാനും പറയുന്നേ. ഇടിച്ചു കയറി വന്ന ആളായത് ശിവന്റെ മെടുക്ക്. മറക്കാനും പൊറുക്കാനും പറ്റാന്നുള്ളതാണ് മനസ്സിന്റെ വലിപ്പം. നിനക്കതുണ്ടല്ലോ ഇല്ലടോ? പിന്നല്ലേ. ആ ശത്രുവാണെങ്കിലും നമ്മൾ ശത്രുത കളഞ്ഞ് മിത്രമായി കൂടെ നിർത്തണം. ശിവൻ മനസ്സ് മാറി ഇവിടെ കേറി വന്നവനാ. മനസ്സ് മാറി വരുന്നവർക്ക് മഹാവില കൊടുക്കണം. അച്ഛൻ ഒന്നീ തമാശ അല്ലെങ്കിൽ വേദാന്തം. എന്തോ അച്ഛൻ പറയുന്ന വലിപ്പമൊന്നും എന്റെ മനസ്സിലില്ല. അതെ, അപ്പുവിന്റെ മനസ്സിന് പിടിക്കാത്തതൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എല്ലാം കൂടി ആലോചിച്ച് ഒത്തൊരുമയോടുകൂടിയേ ചെയ്യാവൂ. ചെല്ലേ. എന്റെ മക്കൾക്ക് ശത്രുക്കളും അവരെ കൊണ്ടുള്ള ദോഷങ്ങളും ഉണ്ടാവരുത്. വിഷപ്പല്ല് പറിച്ചാ പിന്നെ ഏത് പാമ്പിനേക്കും കഴുത്തിലിട്ട് നടക്കാം. എന്താ പോയിന്റ്? എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് ആക്കിയ ഒരു ഇളി ഉണ്ടല്ലോ, അതിപ്പുണ്ടോ നോക്കിയതാ. അതിപ്പ ഇല്ല. അല്ല, എനിക്കിപ്പോ ഒന്ന് കാണണം. ആ ഒന്ന് കാണിക്കട്ടെ. അതിപ്പോ കാണിക്കാൻ പറഞ്ഞ എന്റെ സ്വാമി. വൈകുന്നേരം 5 മണിക്കല്ലേ കേട്ടാ, ഞാൻ എത്തിക്കോളാം. ശരി. എന്താ പറയണ? ശമ്പളം അഡ്വാൻസിന് എഴുതി കൊടുത്തിരുന്നു. മോള് സുഖമില്ലാണ്ട് ആസ്പത്രിയില്ല. എന്നിട്ട് കിട്ടിയില്ല. അഡ്വാൻസ് കൊടുക്കലൊക്കെ നിർത്തിന്ന് പറഞ്ഞു. സ്വാമി അങ്ങനെ പറഞ്ഞോ? ഞാൻ ആരാ പറയാൻ? വല്ലപ്പോഴും അപ്പുവിന്റെ കൂടെ ഇവിടെ വരുന്നു പോകുന്നു എന്നല്ലാതെ ആന്റണി മാനേജരാവും പറഞ്ഞത്. ഈ മനുഷ്യന്റെ ശമ്പള അഡ്വാൻസ് എന്തേ കൊടുത്തില്ല? ലീല ട്രാൻസ്പോർട്ട് കമ്പനിയുടെ അക്കൗണ്ട്സും ലീല കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അക്കൗണ്ട്സും ലീല ടിംബേഴ്സ്. ഈ ലീല എന്ന് കണ്ടമാനം പറയണ്ട, അതെന്റെ അമ്മന്റെ പേരാ. സോറി സർ, അക്കൗണ്ട്സ് എല്ലാം തരംതിരിച്ച് ഓഡിറ്റ് ചെയ്ത ശേഷം മാത്രം അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഹരി സർ. എങ്കിൽ നിങ്ങൾ ആ ജോലി വേഗം ചെയ്തു തീർക്ക് സർ. നിങ്ങൾ ഓരോരുത്തരുടെയും ഓഡിറ്റ് കഴിഞ്ഞിട്ട് വേണോ പാവപ്പെട്ട കുട്ടിക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇക്കാരണം കൊണ്ട് ചികിത്സ കിട്ടാതെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓഡിറ്റ് കഴിഞ്ഞ് അതിനെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ അറിയാലോ, കൊല്ലം കുറേയായി സ്ഥാപനങ്ങൾ അന്തസ്സായിട്ട് നടന്നു പോകുന്നു. ഇക്കാലം അത്ര ഇവിടെ പണിയെടുക്കുന്നവനെയും പാവപ്പെട്ടവന്റെയും സങ്കടവും കണ്ണീരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതെന്താ സർക്കാർ ഓഫീസർ? ചുവപ്പ് നാടെ കൊടുങ്ങ ഒരു മരുന്ന് ചീട്ട് കിടക്കാൻ. എന്താ ഇവിടെ പോയാ? സ്വാമി, നാരായണ കാശ് കൊടുത്തേക്ക്, എന്നിട്ട് എന്റെ കണക്കിൽ വെച്ചോളൂ. ശരി. അച്ഛനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? മനുഷ്യ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. നിനക്കെന്ത് ടെൻഷൻ? അച്ഛൻ നാളെ സ്കൂളിൽ പോണ്ടല്ലോ. ദേ കണ്ടമാനം കാര്യങ്ങളുള്ള ആൾക്കാർ ടെൻഷൻ എടുപ്പിക്കാവുന്ന വേഗം നോക്കാ ശ്വതി. ഇല്ലെങ്കിൽ ഇവൾക്ക് എപ്പോഴാ ടെൻഷൻ ഇല്ലാത്ത? അച്ഛനോ? അച്ഛന് ടെൻഷൻ ഇല്ലാത്തോണ്ട് നേരത്തെ കഴിച്ചു കിടന്നു. ചെറിയച്ചാ ഒന്നങ്ങോട്ട് വരുന്നുണ്ടോ? കല്യാണി തുടങ്ങിക്കോ, നാളെ സ്കൂളിൽ പോണ്ടല്ലേ. ടെൻഷൻ ആക്കല്ലേ. ഇവിടെ കല്യാണിക്ക് നീ വരാഞ്ഞിട്ടാ ടെൻഷൻ. കഴിക്ക്. എന്തേ സുഖമില്ലേ നിനക്ക്? അവന് ഭയങ്കര ഇഷ്ടമായി ഈ മീൻ. ചെറുപ്പത്തിൽ മുണ്ടോണ്ടരിച്ച് പരൽമീൻ പിടിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. എന്നിട്ട് എന്തേ എല്ലാം മൂപ്പർ ഒറ്റയ്ക്ക് അടിക്കും. എനിക്കൊരു കട്ടം തരും. അപ്പോഴേട്ടൻ ഇന്ന് ഓഫീസിൽ കാണിച്ചോട്ട് ശരിയായില്ല. എന്താടാ? എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ എനിക്ക് വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ? എന്റെ സ്റ്റാഫ് അങ്ങനെയൊക്കെ ഉണ്ടോ മോനെ? ബിസിനസ്സാ ഞാൻ പഠിച്ചത്, അതിനാണല്ലോ എന്നെ പഠിപ്പിച്ചത്. അപ്പോഴേട്ടൻ അതല്ല, പാവങ്ങളെ പോറ്റല്, തൊഴിലാളി സ്നേഹം, അങ്ങനെ കുറെ സെന്റിമെന്റ്സ്, അതവരൊക്കെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വളരില്ലായിരുന്നു. അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോഴാ മുതലെടുക്കാനും പണിമുടക്കാനും ഒക്കെ വരുന്നു. അതൊക്കെ പോട്ടെ, നീ ഇത് കഴിക്ക്. അപ്പോഴേട്ടാ ഡോണ്ട് ടേക്ക് മീ സില്ലി. അതാ അപ്പൊ നന്നായത്. ഒന്ന് പതുക്കെ പറയേ. നേരം കെട്ട നേരത്തെ ഇംഗ്ലീഷ് കേട്ടിട്ട് നീ അച്ഛനൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇതാ ഏട്ടന്റെ ഒരു തന്ത്രം. ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ അങ്ങ് ചെയ്യും, പറയും, പിന്നെ അത് തമാശയാക്കും, എന്നിട്ട് ഒടുവിൽ ഒരു കണക്കിൽ വെക്കലും. അതിന് നീ ആഹാരം കഴിക്കാതെ കേട്ടാ. അത്താഴം മുടങ്ങിയ അരപ്രാവിന്റെ തൂക്കം കുറയുന്ന.
ഓഫീസിൽ എന്തോ നിസ്സാര കാര്യത്തിന് അപ്പോട്ടിനോട് ഇങ്ങനെ വേണ്ടായിരുന്നു. നീ ഇതെന്തറിഞ്ഞിട്ടാ തൊള്ള ഓർക്കുന്നത്? നിസ്സാര കാര്യയാത്ര. കാര്യത്തിന്റെ ഗൗരവം അത് അനുഭവിക്കുന്നത് എനിക്കറിയാം. ഇത് ബിസിനസ്സാ, കുട്ടിക്കളിയല്ല. പിന്നെ ഞാനതിനാ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി വേഷം കെട്ടിയത്. ഒന്ന് പതുക്കെ. അപ്പോട്ടിന്റെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഒരു അപ്പുവേട്ടൻ. സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ. ഞാൻ ആരും അല്ലല്ലോ, നിനക്കും അത് തന്നെ. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കി കാണിച്ചിട്ട് കയ്യടി വാങ്ങാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി ഇതിനെ ചൊല്ലി വർത്തമാനം പറഞ്ഞ് നീയും രേവതിയും തമ്മിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവണ്ട. ഞാൻ എന്റെ ഭാര്യയുടെ മുന്നിലൊന്ന് മനസ്സ് തുറന്നു പോയി. ഇവിടെ അതും പാടില്ലേ? മോനെ, ഓഫീസിൽ അങ്ങനെ പറ്റിപ്പോയി. നീ പഠിച്ചോനല്ലേ, മനസ്സിലാവൂലോ. അപ്പൂരിന്റെ തലയിൽ തഴമ്പേ ഉള്ളൂ. ഇന്റലിജാക്ക് പേരിന്റെ തഴമ്പ് ഇപ്പൊ ഇവരില്ല. പഠിച്ച തലയ്ക്ക് തഴമ്പുണ്ടാവില്ല, പക്ഷെ അതിന് എവിടെ ഒരു വിലയുണ്ടാവും. നിനക്കതുണ്ട്, ഉണ്ടാകുകയും വേണം. അതില്ലാണ്ടാക്കാൻ വേണ്ടി, നിന്നെ മോശക്കാരനാക്കാൻ വേണ്ടി നിന്റെ അപ്പേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ എന്റെ തന്ത്രം. പറയാനുള്ളത് പറഞ്ഞ് ചെയ്യാനുള്ളത് ചെയ്ത് മറ്റുള്ളവർ എന്നോട് ഇങ്ങോട്ട് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മറന്ന് അതാരും കാണാതെ എന്റെ സങ്കടത്തിന്റെ കണക്കിൽ വെക്കുക. അത് അപ്പേട്ടൻ്റെ ഒരു തന്ത്രം തന്നെയാണ്, ജീവിത കച്ചവടത്തിലെ തന്ത്രം. അത് നീ പഠിച്ച MBA ഉണ്ടാവില്ല. ആ തന്ത്രം ഇല്ലെങ്കിൽ ജീവിതമില്ല, ബിസിനസ് ഇല്ല, കുടുംബമില്ല, ബന്ധങ്ങളില്ല. അപ്പേട്ടൻ്റെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചാൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല. മറന്നേക്ക്, നിനക്ക് നാളെ ഒരുപാട് പണിയുള്ളതല്ലേ. അതിൻ്റെ ഇടയിലാ എന്റെ വിവരക്കേട് കൊണ്ട് ഓരോ കാര്യമില്ലാത്ത കാര്യങ്ങൾ. ചെല്ല്, പോയി കിടന്നുറങ്ങും. ചെല്ല്. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കയ്ക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. മറ്റെവിടത്തെക്കാളും ഇവിടെ കാറുകൾക്ക് കൂടുതൽ മൂവ്മെന്റ് ഉണ്ട്. അത് കമ്പനിയെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയുടെ മാത്രം കഴിവല്ല, സാറിന്റെ എഫിഷ്യൻസി, ബ്രില്യൻസ് ആൻഡ് ഡെഡിക്കേഷൻ. താങ്ക്സ്. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. യെസ്. നാളെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ. സാറിന് അസൗകര്യമില്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒന്ന് വന്നാ. അയ്യോ സോറി. ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യുക, പ്രസംഗിക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ആ തന്നെയല്ല, നാളെ നമുക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്. ഐ വാണ്ട് യു ടു ജോയിൻ മീ. ഷുവർ സർ. ഗുഡ്. ഹലോ. ഹായ്. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറി. ഓൾവേസ് വെൽക്കം. അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സർ? പ്ലീസ്. മലയാളിയാണോ? അതെ. ആ. ഹരിയുടെ പുതിയ കാൽവെപ്പ് എങ്ങനെ? കുഴപ്പമില്ല. ഞാന് എന്റെ കാര്യം ഓർക്കായിരുന്നു. ലീല ഗ്രൂപ്പിനോട് പകയും മനസ്സ് വെച്ച് നടന്നു കുറെ കാലം. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് അസൂയായിരുന്നു. ഒരു വൻമരത്തിനോട് കുറ്റിച്ചെടിക്ക് തോന്നുന്ന വിവരം കെട്ട അസൂയ. ഇനി ബിസിനസ്സിൽ എനിക്കൊന്ന് തെളിയണം. എനിക്കതിന് ഹരിയുടെ ഉപദേശങ്ങളും സഹായങ്ങളും വേണം. പല പ്ലാനുകളും പദ്ധതികളും മനസ്സിലുണ്ട്, സഹായിക്കണം. എന്തായത്? ഞാനുണ്ട് ശിവന്റെ കൂടെ. മതി, എനിക്കത് മതി. വരട്ടെ ഹരി. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. റൈറ്റ്. ബൈ ബൈ. Good evening, sir. Come on. സൂട്ട് കേസ് അവിടെ വെച്ചേക്കൂ, ബാഗ് അപ്പുറത്ത്. ഒരു ലോങ് ജേണിക്കിടയിലെ ഷോർട്ട് ബ്രേക്ക് അങ്ങനെ കരുതിയാൽ മതി. ഫ്രഷ് ആയിക്കോളൂ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്നിട്ട് യാത്ര തുടരാം. ഓക്കെ സർ. സർ, ഇപ്പൊ വരാം. യെസ്, കം ഇൻ. വാവ്, തനിക്ക് എന്തും ചേരും. താങ്ക് യു സർ. ഓ, ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കൂടെ? ഓക്കെ സർ. ആ പ്ലീസ്.
വി ആർ ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളും കുസൃതികളും ഒക്കെ ഉണ്ടാവും. ഒന്നും മറച്ചു വെക്കുന്നില്ല. മൈസൂരിലേക്കെന്ന് പറഞ്ഞുള്ള ഈ ബിസിനസ് ടൂർ വേണിയോടൊത്തുള്ള ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്താ ഞാൻ ചീറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം അങ്ങയുടെ തീരുമാനം. എനിക്ക് എന്റെ ഡ്യൂട്ടിയും. എങ്ങും തൊടാതെയുള്ള ഈ മറുപടി എനിക്കിഷ്ടായി. അതിരിക്കട്ടെ, വിവാഹത്തെ കുറിച്ച് വേണിയുടെ ഒപ്പീനിയൻ എന്താണ്? സോറി സർ. നോ പ്രോബ്ലം. ഹായ് ദീപക്, ഹൗ ആർ യു? സോറി, നീ ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ ഒരാഴ്ചക്കകം അയച്ചു തരാം. ആ ആണോ? ഫൈൻ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, താമസിക്കാനുള്ള ഇടമൊക്കെ ഞാൻ ഇവിടെ ഏർപ്പാട് ചെയ്തോളാം. ഓക്കെ ബൈ. എന്റെ ഫ്രണ്ടാ ദീപക്, പ്രത്യേക ടൈപ്പാ. ആളിപ്പോ എവിടുന്നാ? ഗോവന്നാ. MCക്ക് നാഷണൽ റാങ്കാ. പക്ഷെ ഒരു കമ്പനിയിലും 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്തതായി അറിവില്ല. ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം. പോക്കറ്റ് കാലിയാവുമ്പോ എന്നെ വിളിക്കും. കൃത്യമായിട്ട് തിരിച്ചു തരൂ കേട്ടോ. പുള്ളി അടുത്ത ആഴ്ച കാലിക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന്. നമുക്കൊരുമിച്ച് കൂടിക്കളയാന്നേ, എന്താ? ഷുവർ. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു ഡ്രിങ്ക് ഞാൻ ഓഫർ ചെയ്താൽ? ജസ്റ്റ് ഫോർ മീ. താങ്ക്സ് എ ലോട്ട്. മനപ്പൊരുത്തമില്ലാത്ത 2 പേർ. നരകമാണ് ആ ജീവിതം. പ്ലീസ്. വീട്ടുജോലിക്കൊരു വേലക്കാരി മതി, ഭാര്യ അതല്ലല്ലോ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഇന്നേ വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ, ഇൻസ്പയർ ചെയ്യാൻ ഒരാൾ. ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ ബേസിക് എലിമെന്റ്സ് അതൊക്കെയാണ്. തെറ്റിദ്ധരിക്കരുത്, എന്റെ ബിസിനസ്സിലും എൻറ്റയർ ലൈഫിലും വേണിക്കതിന് പറ്റുമോ? വേണിയുടെ മറുപടി അതെന്തു ആവാം. ബട്ട് ഐ നീഡ് യു, ഐ നീഡ് യുവർ പ്രസൻസ്. എനിക്കതിനുള്ള മതി, എനിക്കത് മതി. മോളെ. അയ്യോ, ഇവള് ഉറങ്ങിയോ? മോളെ ഇവിടെ കിടന്നോട്ടെ എടുത്തി. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ നിനക്ക്? മോളെ, പണ്ടൊക്കെ ഇവളുടെ കാര്യം ഇതിലേറെ കഷ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അച്ഛനുണ്ട്, ഞാനുണ്ട്, ഇവിടെ മക്കളും ജോലിക്കാരും ഒക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ ഞാനും അച്ഛനും ഓരോരോ വഴിക്കാ. ഈ വലിയ വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്ക് പേടിച്ച് മിണ്ടാതിരിക്കും പാവം. നാടൊട്ടൊക്കെ ഓടി നടക്കുന്നവരാ ബിസിനസ്സുകാര്. എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് വിഷമമൊന്നുമില്ലേട്ടാ. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കര ധൈര്യക്കാരിയാണെന്ന്. ഇനി മുതല് നീ ഹരിയില്ലാത്ത ദിവസം രേവതിക്ക് കൂട്ടുകിടക്കും. ഇല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മളെ തമാശക്കാരൻ അച്ഛൻ വിളിക്കുമ്പോൾ പറയും എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ഏതായാലും നീ ഇന്നിവിടെ കിടന്നോ. അതൊന്നും വേണ്ടേട്ടാ, മോൾ ഇവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ, കുറച്ച് നേരം സംസാരിച്ചിരിക്കും. എടുത്തേക്ക് ഇഷ്ടായോ നോക്കിയേ, ഹരിയേട്ട മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓ നന്നായിട്ടുണ്ട്. ഇത് അസലായിട്ടുണ്ട് കേട്ടോ. എന്തോ എനിക്കിപ്പോ ഇതൊന്നും ചേരില്ല എന്നൊരു തോന്നല്. എടുത്തിട്ട് ഈ വേഷങ്ങളാ എനിക്കിഷ്ടം. പിന്നെ ഹരിയേട്ടൻ നിർബന്ധം പിടിച്ചപ്പോ ഇട്ടുന്നേ ഉള്ളൂ. അതന്നെ വേണ്ടത് മോളെ. മിന്നു കെട്ടിയ പുരുഷന്റെ കാൽച്ചോട്ടിലാ നമ്മുടെ സ്വർഗം. അവരുടെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടം. ഹരിയുടെ വരവോടെ എന്റെ അപ്പുവിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടി. അതെ, അതുകൊണ്ട് മംഗലാപുരത്തെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൂന് ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട്. ഇനിയിപ്പൊ കണ്ണടഞ്ഞു പോയാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. അതെന്താ? വന്ന് കയറുന്ന പെൺകുട്ടിയെ ആശ്രയിച്ചിരിക്കും ഒരു കുടുംബത്തിലെ ഐക്യം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അത്? 2 തല ചേർന്നാലും 4 മതി മതി മതി. തനിക്ക് ഈ ജാതി പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസല്ലേ? ചോദിച്ചോണ്ട് പറഞ്ഞതല്ലേ? അതെ അതെ. എന്താ മക്കളെ, നിങ്ങളുടെ സ്കൂള് പൂട്ടിയോ? ഞങ്ങളുടെ സ്കൂളല്ല, അച്ഛന്റെ സ്കൂൾ അമ്മ പൂട്ടിച്ചു. മീനാക്ഷി, ഞാൻ പറയുന്നത് ഞാനേ പോയി വെഞ്ചാമരം എടുത്തോണ്ട് അല്ല വിശറി എടുത്തോണ്ട് താനിവിടെ നിക്കണം. നിന്ന് മോങ്ങാത്ത കാര്യം പറ. എന്നാ പിന്നെ തുറക്ക്. അച്ഛാ പെട്ടിയിലൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ പെട്ടി? പെട്ടിന്നാ പറഞ്ഞത്. അവനവന്റെ പേര് അശരീരി കേൾക്കുക. തുറക്ക് 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 കാണട്ടെ.
ടൂറിസം പരിപാടിയായി വൈത്തിരിയിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ മിനിഞ്ഞാന്ന്. ഇന്നലെ നമ്മുടെ ഡ്രൈവർ വേലാതെ വിളിച്ചപ്പോ പറയാ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. തെക്കോട്ടാണെന്ന് പറയും, വടക്കോട്ട് എന്ന് ലാൻഡ് ചെയ്യും. ആണോടോ? ആരോടാ? തന്നോട് തന്നെയാ ചോദിച്ചത്. അതെ, വൈത്തിരി പോയി വരുന്ന വഴി ചെറുതുരുത്തി വഴി തിരിഞ്ഞ് വൈത്തിരി മനുഷ്യനെ മനക്കെടുത്താൻ താൻ മിണ്ടി പോവരുത്. താൻ ഒരുത്തം കാരണം എങ്ങനെയൊക്കെ ഉണ്ടായത്? അതെ അതെ. തുറക്കടി. അത് വാങ്ങി തുറക്കടോ. കാലൊന്നും പിടിക്കണ്ട. അയ്യേ, കാല് പിടിക്കാനല്ല, പെട്ടി തുറക്കാനാ. ഇങ്ങോട്ട് തന്നെ. ഇത് കണ്ടോ? ഇത് ഏതൊരുമ്പട്ടോൾക്ക് കൊടുക്കാനൊന്ന് ചോദിക്കച്ചാ. എന്താടോ ഇതൊക്കെ? ഇത് ആർക്ക് വാങ്ങിയതാ നീ? ടൂറിസത്തിന്. അവള് നിന്റെ ആരാ? നാട്ടുകാരുടെ മുഴുവനാ. നിർത്തടോ. ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴൊക്കെ എടുത്തു കടന്ന ഇവളുടെ ഈ സ്വഭാവം അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്റെ സ്വഭാവം എന്റെ മോൾക്കല്ലാതെ പിന്നെ കണ്ടോ തെറ്റിദ്ധരിച്ചു. അച്ഛാ, ഒരു മിനിറ്റ്. ഈ പെട്ടി തുറന്നതുപോലെ ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നോട്ടെ. ഇത് കലാമണ്ഡലത്തിൽ പോയി വിദഗ്ധരുമായി ചർച്ച നടത്തി കഷ്ടപ്പെട്ട് രൂപകൽപ്പന ചെയ്ത കേരളീയ സങ്കര സംസ്കാരമാണ്. മനസ്സിലായില്ല. പറയാം. ഇത് വൈത്തിരിയിലെ റിസോർട്ടിലെ ഊഞ്ഞാലുകളിൽ സായിപ്പന്മാരുടെ മുമ്പിൽ പുളകം കൊണ്ടാടാനുള്ളതാണ് ഈ വേഷം. കണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. കഥകളി കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, മോഹിനിയാട്ടം ആസ്വദിക്കണമെങ്കിൽ ഒന്നുമില്ല, ഇതങ്ങ് പൊക്കിയാ മതി. അഡിങ്കി. ഇനി അതല്ല, ക്യാബ്രയാണ് കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ചാട്ടം. നിർത്തടോ, നിർത്താൻ. മോളെ, എന്താ അച്ഛാ? ദേഹോപദ്രവം തുടങ്ങിയോ? ഇതുവരെ ഇല്ലച്ചാ. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. അപ്പു മംഗലാപുരത്ത് പോയത് നിങ്ങളുടെ നല്ല കാലം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് പുറം പൂച്ചുകളിലും ഭംഗിവാക്കുകളിലും ഒന്നുമല്ല. അത് മനസ്സിലാ, മനസ്സിന്റെ സത്യത്തിലാ. സ്നേഹവും സത്യവുമുള്ള ഒരു കുടുംബജീവിതം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് എന്തിനാടോ? ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക, ഇതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞതല്ല. എന്ന് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുമോ അന്ന് എന്നെ വന്ന് കണ്ടാ മതി രണ്ടാളും. ശരി. കുട്ടികൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. അതല്ലടി കുടുംബജീവിതത്തിന്റെ ഒരു വലിയ പോയിന്റ്. എന്താ പിന്നെ തുടങ്ങിയ നീ? അയ്യോ, അതല്ല, വെറുതെ.